വാക്കാണല്ലോ പ്രധാനം. വരി വരിയായി നിന്ന് വെളുപ്പംകാലത്ത് ക്യൂ നിന്ന് കുത്തി അങ്ങോട്ട് വിട്ട ആളുകൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി എന്നാണാവോ തെരഞ്ഞെടുപ്പ്, വേഗം വരുമോ വല്ലതും? ഇതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഒരു മര്യാദയെങ്കിലും വേണ്ടേ? ഇത്ര മണിക്ക് പോകുന്നെങ്കിലും പറഞ്ഞൂടെ? ഇത് പെനാൽറ്റി കിക്ക് എടുക്കാനായിട്ട് അവിടെ നിന്ന് മെസ്സിയും റൊണാൾഡോയും കൂടെ ആ താളെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ദേ പോയി കറണ്ട്. ഇവിടെ ഓക്സിജൻ സിലിണ്ടറിന് പോലും വൈദ്യുതി കൊടുക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമാണെങ്കിൽ പൂക്കിയല്ല ഏത് മുഖ്യമന്ത്രി വന്നാലും ഇങ്ങടാരും വരില്ല. മനസ്സിലായി? ഈ ഭരണം എന്ന് പറഞ്ഞാൽ ചിരിച്ച് പട്ടകസിച്ച് അധിക്ഷേപിച്ച് അങ്ങനെ പോകുന്ന സംവിധാനമല്ല. പറയുന്നതിനെന്തെങ്കിലും വിശ്വാസ്യതയെങ്കിലും വേണ്ടേ? ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അയാൾ ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്. ഞാൻ പറഞ്ഞു അത്യാവശ്യം മുഖ്യമന്ത്രി എന്നുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? സാധാരണക്കാർ ചിരിക്കുമ്പോൾ നമ്മളാരും ചിരി. ഞങ്ങളൊക്കെ തെരുവിലും കിടന്ന് അടികൊണ്ടും ജയിലിൽ കിടന്നും സമരം നടത്തിയൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നതാ, അല്ലാതെ വേറെ രീതി വന്നവരല്ലല്ലോ. ഇതോ സാധാരണക്കാരനാണ്, പക്ഷെ ചാർട്ടർ വിമാനത്തില് അമ്പലത്തിൽ പോകുന്നു. അതാണ് സാധാരണക്കാരൻ. പോട്ടെ, ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പൊ നോക്കൂ, കിഫ്ബി പിരിച്ചുവിടാൻ പോവാണ്, അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കാൻ പോകണം. വോട്ട് ചെയ്ത് കുത്തി 102 എത്തിച്ചാണ് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് നാളെ തന്നെ തെരഞ്ഞെടുപ്പ് വന്നാൽ അത്രയും കൊള്ളാം എന്ന മട്ടിൽ ആ അവസ്ഥയിലേക്ക് എത്തിച്ച അപൂർവ ചരിത്രമാണ് ഈ ഗവൺമെന്റ് ഉള്ളത്. ഒരു ദിവസം പ്രസംഗിച്ചാലും 2 മാസത്തെ കുഴപ്പം പറഞ്ഞ് തീരില്ല. ജനറേറ്റർ ഉണ്ടോ? പണ്ടാണെങ്കിൽ ഈ ചോദ്യം വേണ്ടത് എപ്പോ പ്രശ്നമാവെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ കുട്ടികളൊക്കെ അത്ഭുതം കാണുന്ന പോലെ ഈ വിളക്കൊക്കെ കാണുന്നത് അവർ കണ്ടിട്ടില്ല. 10 കൊല്ലം ഇപ്പോൾ കുട്ടി ഒരു 2016 ശേഷം ജനിച്ചവരാരെങ്കിലും വിളക്ക് കണ്ടിട്ടുണ്ട്? മെഴുകുതിരി അവരാകെ അവരുടെ ഈ മെഴുകുതിരിയെ കുറിച്ച് കുട്ടികളുടെ ധാരണ ബർത്ത്ഡേക്ക് കത്തിക്കാണ്ട് എന്തോ സാധനമായിരുന്നു ഇതുവരെ അല്ലേ? ഇന്നിപ്പോ ഞാൻ വരുമ്പോൾ വായിച്ചത് ഓക്സിജൻ കിട്ടാതെ ഒരു കുട്ടി മരിച്ചു എന്നാണ്. ഒരാള്, കുട്ടിയല്ല, ഒരു പ്രായമായ ആൾ. ഓക്സിജൻ കിട്ടാതെ പ്രായമായ ഒരാൾ മരണപ്പെട്ടു. കാരണം ഓക്സിജൻ കൊടുക്കുന്ന സിലിണ്ടർ സംവിധാനമുണ്ട്, കറണ്ട് പോയി. ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചു, പറഞ്ഞു നിങ്ങൾ ഇൻവെർട്ടർ വാങ്ങി വെക്കേണ്ട, ആകെ ഇത് തന്നെ കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും വാങ്ങി വെക്കേണ്ടത്. ആള് മരിച്ചു അല്ലേ? അപ്പൊ അവിടെയാണ് നിൽക്കുന്നത്. ഞാൻ അത്ര അധികം കാര്യങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരുമ്പോൾ അവർ ചോദിച്ചല്ല മറ്റു 10,000 കോടി വരണ്ടോ. ഒരു കാര്യം, നാട്ടിൽ വ്യവസായം വരണമെങ്കിൽ, കുറച്ചു കാലം ഞാൻ വ്യവസായ മന്ത്രി ആയല്ലോ, നിങ്ങൾ എത്ര പരവതാനി വിരിച്ചാലും വ്യവസായ മൂലധനം നോക്കുന്ന പല ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈ. മറ്റേ തടസ്സമില്ലാതെ വൈദ്യുതി കിട്ടണം. ഇവിടെ ഓക്സിജൻ സിലിണ്ടറിന് പോലും വൈദ്യുതി കൊടുക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമാണെങ്കിൽ പൂക്കിയല്ല ഏത് മുഖ്യമന്ത്രി വന്നാലും ഇങ്ങടാരും വരില്ല. മനസ്സിലായി? ഈ ഭരണം എന്ന് പറഞ്ഞാൽ ചിരിച്ച് പട്ടകസിച്ച് അധിക്ഷേപിച്ച് അങ്ങനെ പോകുന്ന സംവിധാനമല്ല. അതിപ്പോ ഇന്ന് മനസ്സിലായി. ഒരു പത്രസമ്മേളനത്തിൽ, ഒറ്റ പത്രസമ്മേളനം, എല്ലാ ദിവസവും ഉണ്ട്, ഒറ്റ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണ് എന്ന് പറയാൻ KSUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് മുതൽ ടാറ്റ വരെ രംഗത്തിറങ്ങേണ്ടി വന്നു. ഇത് ടാറ്റയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമാണ്, നിങ്ങളുടെ കേരളം എന്ന സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ഒരു നുണയനാണ് എന്ന് ടാറ്റ എന്ന മുതലാളിക്ക് പറയേണ്ടി വന്നത്. അപ്പൊ അദ്ദേഹം ഉടൻ കുറിപ്പിറക്കിയേക്കാണ്. ഞാൻ അങ്ങനെ വന്നിട്ട് പത്രക്കാര് ഒടിയൂർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ പത്തല്ല ജനാർദ്ദനോ മറ്റോ പറയണ്ടല്ലോ, ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു എന്ന് പറയുന്ന പോലെ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് ടാറ്റ 10,000 കോടി ആദ്യം പറയും, ടാറ്റ താല്പര്യം പറയും, എന്നിട്ടൊരു ചിരിയുണ്ട്. നമ്മുടെ അടുത്തൊരു ആത്മവിശ്വാസം, ഞങ്ങൾ ലാൻഡ് കൊടുക്കാൻ പോവാണ്. നമ്മുടെ അടുത്ത് 10,000 കോടിയുടെ നിക്ഷേപമാണ്. എന്നിട്ട് ഇപ്പൊ പറയാണ് ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. ഇതാണ് KSU പ്രസിഡന്റ് പറഞ്ഞു. ഒന്ന്, ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയാണ് ഞങ്ങളുടെ നേതാവായ ഈ മുഖ്യമന്ത്രി പറഞ്ഞ നുണയാണ്, ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്നല്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ നേരെ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ, മുഖ്യമന്ത്രി പറഞ്ഞത് നുണയാണ്. നോക്കി. പിന്നെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു, നമ്മുടെ സമയത്ത്
6 GP ഈ നിയമമന്ത്രി തന്നെയുള്ള അദ്ദേഹമുള്ളപ്പോൾ 6 സ്പെഷ്യൽ GP 3 സ്പെഷ്യൽ GP 3 GP. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഒന്ന് മനസ്സിലാക്കി പറയും 3 സ്പെഷ്യൽ GP അല്ല 3 സീനിയർ GP ആണ്. അത് ഞങ്ങൾ എങ്ങനെ നടപടിക്രമം എന്നുള്ളത് കടലാസ് വായിച്ചാൽ അറിയാം. അപ്പോഴാണ് MA ബേബി പറഞ്ഞിരിക്കുകയാണ് മൂകാംബികയിൽ പോകും. ഞാൻ വിശ്വാസിയല്ലേ, പാവം സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ചാർട്ടർ ചെയ്ത വിമാനത്തിലെ പോകുള്ളൂ. ഏത് ചാർട്ടർ? എന്നിട്ട് ചോദിച്ചാലോ, അത് എൻ്റെ വ്യക്തിപരമായ കാര്യം, ഓട്ടോറിക്ഷ പിടിച്ചല്ലേ പോയത്. ഇത് വിമാനം. MA ബേബി ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യം എടുത്തിട്ട് ആളുകൾ എല്ലാവരും ചോദിക്കേണ്ടത് ഇത് ആരാ കൊടുത്ത ആരാ കൊടുത്ത. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. ഞാൻ പറഞ്ഞു അദ്ദേഹമാണ് പുകമറയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ഒറ്റ കാര്യം പറഞ്ഞാൽ ഇത് അത്യാവശ്യത്തിന് പോണ്ട വന്നപ്പോൾ ഇന്ന ആള് വിമാനം വിളിച്ചു തന്നു, ആ വിമാനത്തിൽ പോയി. ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല നക്ഷത്ര തിളക്കത്തോടുകൂടി നിൽക്കാം. ഇതിപ്പോ ഇരുട്ടിൽ നിൽക്കല്ലേ, അദ്ദേഹം വെളിച്ചത്തിലേക്ക് വരാനല്ലേ നമ്മൾ പറയണത്. നിങ്ങൾ പറഞ്ഞാൽ മതിയില്ലേ? അപ്പൊ അതിന് മൂകാംബിക ദേവി എന്തിനാ വെറുതെ കുഴപ്പത്തിലാക്കണം? വല്ല കാര്യവും പറഞ്ഞോ? നമ്മുടെ MA ബേബി പറഞ്ഞിട്ടേ ഇല്ല, അദ്ദേഹം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഒരു ചോദ്യം പോട്ടെ, ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ഞാൻ കറണ്ട് എപ്പോൾ പോകും എന്ന് ചോദിച്ചത്. ഇപ്പോഴത്തെ പ്രശ്നം, ഒരു മര്യാദയെങ്കിലും വേണ്ടേ? ഇത്ര മണിക്ക് പോകുന്നെങ്കിലും പറഞ്ഞൂടെ? ഇത് പെനാൽറ്റി കിക്ക് എടുക്കാനായിട്ട് അവിടെ നിന്ന് മെസ്സിയും റൊണാൾഡോ ഇങ്ങനെ ആ താളെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ദേ പോയി കറണ്ട്. കേരളമാണ് സ്ഥലേ. നിങ്ങൾ ലോകത്ത് എവിടെ പോയാൽ ഇത്രയും ഫ്ലെക്സും കട്ടൗട്ടും കാണും? ഒരിടത്തും കാണില്ല. ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ചിലർ അലാറം വെച്ചിട്ട് 12:30 കളി കഴിഞ്ഞ് നേരെ ഒന്ന് കിടന്നുറങ്ങി 2:15 എണീറ്റ് കട്ടൻ ചായ വെച്ചിട്ട് 2:30 അടുത്ത കളി ഇരുന്നിട്ടാണ് കാണുന്നത് ഇവിടെ നാട്ടിൽ. പിന്നെ പിറ്റേ ദിവസം പോണം ചെല്ലണം. അപ്പോഴാണ് പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ കറണ്ട് പോയി എന്ത് ചെയ്യും? പിന്നെ വാക്കാണല്ലോ പ്രധാനം. അപ്പൊ ഇതാണ് ഇപ്പോ ചിലര് വരിയായി നിന്ന് വെളുപ്പംകാലത്ത് ക്യൂ നിന്ന് കുത്തി അങ്ങോട്ട് വിട്ട ആളുകൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഇനി എന്നാണാവോ തെരഞ്ഞെടുപ്പ്? വേഗം വരുമോ വല്ലതും? ഇതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. അല്ലെങ്കിൽ മാക്സി നോക്കിയേ, ഇവിടെ തന്നെ. എൻ്റെ മന്ത്രി എന്ന നിലയിൽ ഞാൻ ചുമതലയെടുത്ത്, എൻ്റെ വകുപ്പ് വ്യവസായമായിരുന്നു, നിയമം കൈയിറക്കിയുണ്ട്. എൻ്റെ മണ്ഡലം കളമശ്ശേരിയായിരുന്നു. പക്ഷെ ആദ്യത്തെ യോഗം മാക്സിക്ക് അറിയാം ചെല്ലാനത്തിന് വേണ്ടിയാണ്. ഇവിടെ എത്ര കാലമായിട്ട് കടൽ ഇങ്ങനെ നിൽക്കണു? മണ്ണ് വീടിനകത്ത് അടുക്കളയിൽ നിന്ന് വരെ ഞാൻ വന്ന് വരെ കോരിയിട്ടുണ്ട് ഇവിടെ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഊക്കി വന്നതിന് ശേഷം പണ്ട് വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുമ്പോൾ ടെന്നീസ് സെൻ്ററിൽ ഇങ്ങനെ SFI ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ AP സെക്രട്ടറി, അപ്പോഴായിരിക്കും ഇവിടെ നിന്ന് വിളി വരണത്, കടലാക്രമണം. അപ്പോൾ AP എനിക്കും നീ വരണ്ടോ എന്ന് ചോദിക്കും. കടൽ കാണാൻ വരും. അപ്പം നമുക്ക് പരിമിതമായ കാര്യങ്ങളുള്ളൂ. ഒന്ന് എല്ലാവരും വരും, അവിടെ കൊണ്ടുപോകാൻ, ക്യാമ്പുകളിലേക്ക് താമസിപ്പിക്കാൻ പാർട്ടി സംവിധാനങ്ങളൊക്കെ ഇറങ്ങും. എത്ര കാലം ഇവിടുന്ന് MLA, MP, കേന്ദ്രത്തിൽ മന്ത്രി, 7 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. എന്തെങ്കിലും ഈ ചെല്ലാനത്തിന് വേണ്ടി ചെയ്തോ? ജില്ലാ സെക്രട്ടറിയായിട്ട് ഇരിക്കുമ്പോഴാണ് കടൽ വലിയ ആക്രമണമൊക്കെ വന്നു, വലിയ പ്രശ്നം. ഈ പള്ളിയിൽ അവിടെയായിരുന്നു സമരം അല്ലേ, അപ്പുറത്തെ പള്ളി, വേളാങ്കണ്ണി പള്ളിയിൽ. എന്നിട്ട് മാക്സി, റിയാദ്, പീറ്റർ, അനിത എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ചേർന്ന് സമരസ്ഥലത്ത് പോയി. അന്ന് സഫീറുള്ളയാണ് ജില്ലാ കളക്ടർ അല്ലേ, സഫീറുള്ള. അവിടെ വന്നിരുന്ന് സംസാരിച്ച് തൽക്കാലത്തേക്ക് ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെയാണ് ജിയോ ബാഗുകളുടെ, ജിയോ ട്യൂബ് 10 കോടിയുടെ ഒരു പദ്ധതിയിലേക്ക് എത്തി. ആ പദ്ധതി അതിൻ്റെ കുറച്ച് സമയം എടുക്കുമല്ലോ, നമ്മുടെ ഗവൺമെൻറ് സംവിധാനമായിട്ട് വരുമ്പോഴേക്കും. ഞാൻ ഓർക്കുന്നുണ്ട് 2019 ഞാനിവിടെ പാർലമെൻറ്റിൽ മത്സരിക്കും. ഒരു അച്ഛൻ വാട്സപ്പിലൂടെ ഈ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്ത ആളാണ്. ഏത് ഇത്രയും കൊല്ലമായിട്ട് വാക്ക് പാലിക്കാത്ത പാർട്ടിയുടെ ആളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഈ അച്ഛനൊരു ഉത്കണ്ഠയില്ല, ഇതുവരെ അച്ഛൻ ഉത്കണ്ഠയുണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹമാണ് ഇപ്പോൾ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അച്ഛൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നല്ല അച്ഛനാണ്. പക്ഷെ ഇതാണ് കയ്യിലുള്ള രീതി. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ആ പദ്ധതി വേഗതയിൽ നടപ്പിലാക്കണമെന്ന് മാക്സി പറഞ്ഞു. അങ്ങനെ നമ്മൾ യോഗം വിളിച്ചു.
ആ യോഗത്തിൽ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്ത്യൻ, ഫിഷറീസ് മന്ത്രിയായിരുന്ന സജി ചെറിയാൻ, എല്ലാ തീരദേശവും എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ ചിത്തരഞ്ജൻ MLA പോന്നു അല്ലേ ആ മീറ്റിങ്ങിൽ. TK ജോസ് ഇറിഗേഷന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, കിഫ്ബിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ എബ്രഹാം, എല്ലാവരും വന്ന് മീറ്റിംഗ്. അവിടെയാണ് ടെട്രോപാഡ് പുതിയ കാഴ്ചപ്പാടിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ. അപ്പോ അന്ന് വേറെങ്ങുമില്ല. പിന്നെ ജിയോ ട്യൂബ് നന്നായി തിരുവനന്തപുരം പൂന്തുറ ഭാഗത്ത് പിന്നെ ഇറക്കി. കാരണം ജിയോ ട്യൂബ് പുറത്തിടാതെ കടലിനെ കുറച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് തീരുണ്ടാക്കുന്ന കുറച്ച് വിജയകരമായി അവിടെ നടപ്പിലാക്കി. പക്ഷെ അതിന് മുമ്പ് ജിയോ ട്യൂബും എല്ലാം തന്നെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഈ പദ്ധതി കൊള്ളാം. വേറൊരു കാഴ്ചപ്പാടുണ്ട്. ഇതിനുള്ളിൽ തന്നെ മാക്സ് ഓർക്കുന്നുണ്ടാവും കണ്ടൽക്കാട് വളർത്തുന്നത് ഈ ടെട്രോപാഡിന്റെ മോളിൽ കൂടെ. പിന്നെ ഇതെങ്ങനെ ടൂറിസത്തിന് കൊണ്ടുവരാം. പക്ഷെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 345 കോടിയൊന്ന് മറ്റോ. അപ്പോൾ നമുക്കെല്ലാം സംശയമായി. കാരണം 10 കോടിയുടെ പദ്ധതിയായിട്ട് ഇരിക്കുമ്പോഴാണ് 355 കോടി എന്ന് മാത്രമല്ല, ഹോട്ട്സ്പോട്ടായി കണ്ടിട്ടുള്ള കേരളത്തിലെ നിരവധി കടൽ തീരങ്ങളുണ്ട്. അവിടെ എല്ലാം സമാനമായിട്ട് ആവശ്യം വരും, അതും പരിഗണിക്കണം. അപ്പം ഞങ്ങൾ അന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സൗ പിണറായി കണ്ടു. പ്രശ്നം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശാശ്വതമായ പരിഹാരമാണെങ്കിൽ ഫണ്ടിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടണ്ട. പക്ഷെ കടലിൽ കായം കലക്കണം പോലെ ആവാൻ പാടില്ല. ശാശ്വതമായി അപ്പോൾ എല്ലാവരും ശാസ്ത്രീയമായി ഇത് പരിഹാരമായിരിക്കും. അങ്ങനെ ആ പദ്ധതിക്ക് അംഗീകാരം നൽകി. അന്ന് നമ്മൾ കൊടുത്തത് 344 കോടി 20 ലക്ഷമാണ്. പക്ഷെ മുഴുവൻ തീരാൻ കുറച്ച് ആദ്യഘട്ട നിലയിൽ 7 കിലോമീറ്ററോളമാണ്. 7 കിലോമീറ്ററും കുറച്ച് 7.2 കിലോമീറ്ററാണ് എൻ്റെ ഓർമ്മ. അന്ന് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം തുടങ്ങി. 7.35 കിലോമീറ്റർ അതിവേഗതയിൽ നിർമ്മിച്ചു. പക്ഷേ ഈ 7.35 കിലോമീറ്ററിന് 344 കോടി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റിന് ബഡ്ജറ്റിൽ ഈ ഫണ്ട് വഹിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കിഫ്ബിയുടെ ഫണ്ട് എടുത്തത്. കിഫ്ബിയുടെ ഫണ്ട് എടുത്തപ്പോൾ തന്നെ ഈ പദ്ധതിയുമായി പോകുമ്പോൾ ഇവിടെ നിന്ന് പലരും ആവശ്യപ്പെട്ടു, മാക്സി ഉൾപ്പെടെ പ്രത്യേകം പറഞ്ഞു, ഊരാളുങ്കൽ നയിപ്പിച്ചാൽ വേഗതയിൽ നടക്കാൻ കഴിയും. നമ്മൾ ഒരു ടെൻഡർ നടപടിയായിട്ട് പോട്ടെ, ആദ്യഘട്ടല്ലേ. അങ്ങനെ ആ നടപടികളിലൂടെയാണ് ഊരാളുങ്കൽ തിരഞ്ഞെടുത്തു. അവര് ഇതിനുള്ളിൽ പോയിട്ട് വേണം. ഇത് നമ്മൾ കാണുന്ന മുകളിലല്ലേ, ഞങ്ങളത് ഓരോ ഘട്ടത്തിലൂടെ നോക്കിയിട്ടുണ്ടല്ലോ. ഇത് ആളുകൾ, വിദഗ്ധരായ ആളുകൾ കടലിനടിയിലേക്ക് പോയിട്ട് വേണം ആ ബേസ് ഉറപ്പിച്ചിട്ടാണ് അതിന്റെ മുകളിൽ ബാക്കി. ഇപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെയാണ് അവർ സമയബന്ധിതമായി പൂർത്തീകരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് പൂർത്തീകരിച്ച ഭാഗം? എന്തെങ്കിലും ഒരു പ്രശ്നം ആ ഭാഗത്തുള്ളവർക്ക് ഈ കാലവർഷത്തിണ്ടായോ? അവിടെ ഉള്ളവരെങ്ങനെ വോട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൂടി അവിടെ ഉള്ളവർ മുഴുവൻ മാക്സിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഉണ്ടാവും. കാരണം അതേപോലെയാണല്ലോ നമ്മൾ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം സുരക്ഷിതമായി ജീവിക്കാനുള്ളത് അവിടെയുള്ള മനുഷ്യരുടെ അവകാശമാണ്, ഞങ്ങളുടെ ഔദാര്യമൊന്നല്ല. ആ മനുഷ്യരുടെ അവകാശം തിരിച്ചറിഞ്ഞ് അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. അല്ലാതെ നിങ്ങൾക്കൊരു ഔദാര്യം, ദാനം ഞങ്ങൾ നൽകുന്നു, ഈ കാഴ്ചപ്പാടല്ല. അതുകൊണ്ടാണ് ലൈഫ് പദ്ധതി വീട് വയ്ക്കുമ്പോൾ ഒരു ലോകവും വേണ്ടാന്ന് തീരുമാനിച്ചത്. കാരണം ഈ വീട്ടിലിരിക്കുമ്പോൾ സ്കൂളിലെ കുട്ടികൾ എന്തെങ്കിലും കാര്യത്തിന് കൂട്ടുകാരികൾ വരുമ്പോഴായിരിക്കും ലോഗോ, ചിത്രം. അപ്പോഴാണ് ദാനം കിട്ടി വീട്ടിലാണ് കുട്ടി ജീവിക്കുന്നവർ അറിയും. ഈ കുട്ടിയുടെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടും. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ അവകാശമാണ്. എന്നാൽ അവകാശത്തിനൊപ്പം നിന്നു ഏതറ്റം വരെയും പോകാൻ ഗവൺമെന്റ് തയ്യാറായി. ഇപ്പൊ അത് ടൂറിസത്തിൽ എത്ര ആളുകളെ വരണത് അല്ലേ, കാണാൻ എല്ലായിടത്തും വരുന്നു. നേരത്തെ കടലിന്റെ ഇരമ്പൽ വരുമ്പോ ഈ ഇന്നിപ്പോ കർക്കിടകം ഒന്നാ, കർക്കിടകൊക്കെ ആകുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് തീയ എല്ലാം കെട്ടിപ്പെറുക്കി മുകളിലേക്ക് വയ്ക്കും. നനയണ സാധനങ്ങൾ, കടലാസ്, പാത്രങ്ങൾ അത്യാവശ്യമുള്ളത് മാത്രമാണ്. പിന്നെ ഒരാള് ഷിഫ്റ്റിലാണ്, ചിലപ്പോൾ ഉറങ്ങിപ്പോയാൽ ഇത് അടിച്ചു കയറി എന്ത് ചെയ്യും? ചിലർ ഉറങ്ങില്ല, എന്നിട്ടിരിക്കും. ഇതായിരുന്നില്ല ജീവിതം. അത് മാറി. അത് മാറിയപ്പോ 1ാം ഘട്ടം പൂർത്തീകരിച്ചു, അത്രയും ചെയ്തു. അപ്പൊ 2ാം ഘട്ടത്തിന്റെ പ്രശ്നം കുറച്ച് ഞെരുക്കം ഗവൺമെന്റ് ഉണ്ടായല്ലോ.
നേരത്തെ കിഫ്ബിക്ക് വേണ്ടി എടുക്കുന്ന വായ്പകൾ ഗവൺമെന്റിന്റെ വായ്പയായി കൂട്ടിയിരുന്നില്ല. അതാണ് നമ്മൾ കിഫ്ബി സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഗവൺമെന്റ് വായ്പ എടുത്താൽ മതി, കിഫ്ബി വേണ്ട. ഇപ്പോ വായ്പയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് ഇന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റില്ല. ഇപ്പൊ നല്ലൊരു ശമ്പളം പെൻഷനൊക്കെ കൊടുത്ത് ബാക്കി കിട്ടുന്ന 10-23% വേണ്ടി ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോഴാണ് കിഫ്ബി വഴി ഫണ്ട് സമാഹരിച്ച് ആ ഫണ്ട് നമ്മൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. അത് തിരിച്ച് സമ്പദ്ഘടനയ്ക്ക് ഗുണം ചെയ്യും. എല്ലാ സ്കൂളുകളും മെച്ചപ്പെടുത്തി, ആശുപത്രി മെച്ചപ്പെടുത്തി, എല്ലാം വന്നില്ലേ? ഇപ്പൊ ഈ ചാനലുകളും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൂ. നിങ്ങൾ ഈ പ്രദേശം നോക്കിക്കോ, പനി വരാത്ത ഏതെങ്കിലും വീടുണ്ടോ? പനി, ഡെങ്കിപ്പനി എല്ലാം വരില്ല തുടർച്ചയായിട്ട്. അപ്പോ നല്ല സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ആ ഞെരുക്കമുണ്ടെങ്കിലും ഇവിടെ മാക്സി ആവശ്യപ്പെട്ടു, ഇവിടുത്തെ പാർട്ടി ആവശ്യപ്പെട്ടു, സതീഷ് പ്രത്യേകം ഗവൺമെന്റിനും എനിക്കും ഒക്കെ പാർട്ടിയുടെ അഭിപ്രായം കത്തായിട്ട് നൽകി. ഇതിന്റെ ഭാഗമായി ഡെലിഗേഷൻ വന്നു, ഇവരെല്ലാവരും. പിന്നെ നമ്മൾ അതിവേഗതയിൽ ഇരുന്നിട്ടാണ് രണ്ടാം ഘട്ടം. ഇപ്പൊ ചിലര് എന്നോട് ഇവിടെ പറഞ്ഞത് ഈ രണ്ടാം ഘട്ടം എന്നുള്ളത് പിണറായി ഇങ്ങനെ വന്നിട്ട് തെരഞ്ഞെടുപ്പായപ്പോ മാക്സി വിളിച്ച് ഒരു ഉദ്ഘാടനം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിർമ്മാണ ഉദ്ഘാടനം നടത്തിപ്പോയി, ഒരു ഉത്തരവില്ല എന്നാണ്. നമ്മൾ ഒന്നാം ഘട്ടം സമർപ്പണമായിരുന്നു, രണ്ടാം ഘട്ടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം. ഇതാണ് സർക്കാർ ഉത്തരവ്. 25/1/2026 ഉത്തരവിറക്കി. ആദ്യത്തെ ഒന്നാമത്തെ ഖണ്ഡിക എന്നുള്ളത് നമ്മൾ പൂർത്തീകരിച്ച കാര്യമാണ്. രണ്ടാം ഘട്ട പദ്ധതിക്കായി KIDC സമർപ്പിച്ച പ്രപ്പോസൽ സർക്കാർ വിശദമായി പരിശോധിച്ച ശേഷം കടൽ ഭിത്തിയിലെ കോൺക്രീറ്റ് നിർമ്മിതികൾ ദീർഘകാലം നിലനിൽക്കുന്നതിന് അനുയോജ്യമായ തരത്തിൽ പ്രത്യേകതകളുള്ള വസ്തുക്കൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ സമർപ്പിക്കുമെന്ന് നിർദ്ദേശം നൽകി. അപ്പൊ ആദ്യത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഒരു മോഡിഫിക്കേഷൻ കൂടി വരുത്തി. അപ്രകാരം നിർമ്മാണ ഘടനയിൽ മാറ്റം വരുത്തിയത് ഉൾപ്പെടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് DSR 2021 പ്രകാരം എന്റെ റേറ്റ് കണക്കാക്കി 2021 റേറ്റ് പ്രകാരം, പിന്നെ GST 18% ഉൾപ്പെടെ 404 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അവര് സമർപ്പിച്ചിരുന്നു. രണ്ടാം ഘട്ട ഘടകങ്ങളിൽ തകർന്നു മുങ്ങിപ്പോയ കടൽ ഭിത്തി, RCC നടപ്പാത, പെയിന്റിംഗ്, ഒന്നാം ഘട്ടത്തിലുള്ള ബസാർ ഗ്രോയിനുകളുടെ ഉയരം, അതൊന്ന് ഉയരം വർദ്ധിപ്പിക്കണമെന്ന ഒരു ഇതുണ്ട്, അതുകൂടി ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി. കിഫ്ബി ഫണ്ട് ലഭിക്കുന്നതിന് ഭരണാനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടു. കിഫ്ബിയുടെ 12/11/2025 നടന്ന ബോർഡ് മീറ്റിംഗിൽ 28ാം നമ്പർ അജണ്ടയായി ഇത് പരിഗണിക്കുകയും തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തു. സർക്കാരിൽ നിന്ന് ഭരണാനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ധനസഹായ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് അറിയിച്ചു. സർക്കാർ ഇത് വിശദമായി പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടാം ഫേസ് 2 കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടി 404 കോടി രൂപയുടെ പ്രവർത്തനത്തിന് അംഗീകാരം നൽകി. ഇത് സർക്കാർ. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KIDC സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി ചുമതലപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി മുഖാന്തരം ഫണ്ട് ലഭ്യമാക്കി പൂർത്തീകരിക്കുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. കൂടാതെ ചെല്ലാനത്തെ ഹോട്ട്സ്പോട്ടിലെ കടലാക്രമണ പ്രതിരോധ പ്രവർത്തികളുടെ ഒന്നാം ഘട്ടം ഊരാളുങ്കൽ വഴി ULCCS സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചത് കണക്കിലെടുത്തും സമാന പ്രവർത്തികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നതിന് ULCCSനുള്ള വൈദഗ്ധ്യവും സന്നദ്ധതയും സൽപ്പേരും പരിഗണിച്ചും എറണാകുളം ചെല്ലാനത്തെ ഹോട്ട്സ്പോട്ടിലെ കടലാക്രമണ പ്രതിരോധ പ്രവർത്തികളുടെ രണ്ടാം ഘട്ട പ്രവർത്തികൾ 404 കോടി രൂപ എസ്റ്റിമേറ്റ് തുക കണക്കാക്കി ഏതെങ്കിലും തരത്തിൽ ചെലവ് അധികരിച്ചു വരുന്ന പക്ഷം, ചിലപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ കുറച്ച് കൂടാം, ധനകാര്യ വകുപ്പിൽ ഇത് സംബന്ധിച്ച് നിലവിലുള്ള ഉത്തരവുകൾ പ്രകാരം പരിശോധിച്ച് തീരുമാനിക്കുമെന്നാണെന്ന വ്യവസ്ഥയിൽ ULCCക്ക് നോമിനേഷൻ വ്യവസ്ഥയിൽ കരാർ അനുവദിച്ചുകൊണ്ടും ഉത്തരവാകുന്നു. ഈ ഉത്തരവ് നമ്മൾ 25/1/2026 ഇറക്കി. എന്ന് വെച്ചാൽ മൊത്തം 13 കിലോമീറ്റർ വരും അല്ലേ? 7, 6, 13.45 കിലോമീറ്റർ. ഇതിനു വേണ്ടി ഗവൺമെന്റ് ചെലവഴിക്കുക 748 കോടിയാണ്. മറ്റേ 1 കിലോമീറ്ററിന് ഏകദേശം 56 കോടി രൂപ ചെലവഴിക്കുന്ന പദ്ധതിയാണ് ആദ്യഘട്ടം പൂർത്തീകരിച്ചതും രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചതും.
കേരളത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഈ കടൽ തീരത്ത് താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും ജീവിതവും ഉറപ്പുവരുത്താൻ ഇത്രയും പണം ചെലവഴിച്ച മറ്റൊരു സർക്കാരും ഇല്ല എന്ന കാര്യം നിങ്ങൾ കണ്ടോളണം. ഞങ്ങൾ ജയിച്ചോ തുടർന്നോ എന്നുള്ള വേറെ കാര്യം. തെരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അതാത് കാലത്ത് ഉരുണ്ടുകൂടുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ടാണ് പലതും കേട്ടും വിശ്വസിച്ചും കേട്ടണം. ചിലർ വിചാരിച്ച് ചിരിച്ചാൽ തന്നെ നല്ല കാര്യം. ഇപ്പൊ ചിരിച്ചിട്ട് ചെയ്യണത് നമ്മൾ കണ്ടുകൊണ്ട് ചിരിച്ച് കഴുത്തിറക്കും പറയില്ലേ, അതേപോലെയാണല്ലോ ഇപ്പോഴത്തെ കാര്യം. മറ്റത് പറഞ്ഞതാ, പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയും. ആളുകളെ സുഖിപ്പിക്കാൻ പറയില്ല, ചെയ്യാവുന്ന കാര്യം പറയും, പറയുന്ന കാര്യം ചെയ്യും. ഇത് പറയുന്നതിനെന്തെങ്കിലും വിശ്വാസ്യതയെങ്കിലും വേണ്ടേ? ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അയാൾ ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്. ഞാൻ പറഞ്ഞു അത്യാവശ്യം മുഖ്യമന്ത്രി എന്നുള്ള ബുദ്ധിയെങ്കിലും വേണ്ടേ? സാധാരണക്കാർ ചിരിക്കുമ്പോൾ നമ്മളാരും ചിരി. ഞങ്ങളൊക്കെ തെരുവിലും കിടന്ന് അടികൊണ്ടും ജയിലിൽ കിടന്നും സമരം നടത്തിയൊക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നതാ, അല്ലാതെ വേറെ രീതി വന്നവരല്ലല്ലോ. ഇതോ സാധാരണക്കാരനാണ്, പക്ഷെ ചാർട്ടർ വിമാനത്തില് അമ്പലത്തിൽ പോകും. അതാണ് സാധാരണക്കാരൻ. പോട്ടെ, ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പൊ നോക്കൂ, കിഫ്ബി പിരിച്ചുവിടാൻ പോവാണ്, അല്ലെങ്കിൽ പുനഃസംഘടിപ്പിക്കാൻ പോകണം. അതിന് പുതിയ സംവിധാനം വരികയാണ്. ഈ ഫണ്ട് എങ്ങനെ കിട്ടും? കിഫ്ബിയാണ് ആദ്യഘട്ട ഫണ്ട് കൊടുത്തത്. കിഫ്ബി വേണ്ട, ഇങ്ങനെ ചെലവഴിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ഈ തീരദേശത്തുള്ളവരൊപ്പമാണോ? എറണാകുളത്തക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കൽ ഇവിടുത്തെ ജനപ്രതിനിധിയായിരുന്ന ആൾ, ഇപ്പൊ MLA ആണ്, അദ്ദേഹത്തോടൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഈ എറണാകുളം വേണ്ടത്ര വികസിക്കുന്നില്ലല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ? അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അത് സത്യസന്ധമായതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തെ MLA ആക്കി. അല്ലേ ടാക്സി? ശരിയല്ലേ? നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോ അല്ലേ? ഇത്രയും കാലമായിട്ടൊരു അപ്പൊ എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങൾ ഈ അധികം നല്ല കാര്യമൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഇവിടെ എല്ലാ തവണയും കടലിൽ കല്ലുകൊണ്ട് ഇട്ടിരുന്ന കുറെ ആളുകളുണ്ട്. അതിൽ സന്തോഷമുള്ള ആളുകൾക്ക് മതവും ജാതിയും ഒന്നും ഇല്ല കേട്ടോ, നല്ല വിശ്വാസമുള്ള ആളുകളാണ്. ഇപ്പൊ നിങ്ങളിത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി എവിടെ ആർക്ക് കോൺട്രാക്ട് കിട്ടും? കല്ലിടാൻ കടലിട്ട കല്ലിന് വല്ല അളവുണ്ടോ? ഇല്ലേ? ഓർമ്മയില്ലേ ഇങ്ങനെയൊക്കെ? ഒരു കല്ല് പോലും ഉറപ്പിച്ച് നിർത്താതിരുന്നവർ എത്ര കാലം? ശരിക്കും തീരദേശം സംരക്ഷിക്കേണ്ടത് കടൽ അന്തർദേശ അതിർത്തിയാണ്. അത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഒരു രൂപ പോലും ഇപ്പൊ കേന്ദ്രം നൽകുന്നില്ല. പാർലമെന്റ് അംഗം എന്ത് ചെയ്യുന്നു? ഒരു രൂപ കേന്ദ്രത്തിൽ നിന്ന് ഈ പദ്ധതിക്ക് വേണ്ടി ഇവിടെ നൽകാൻ തയ്യാറായോ? ഇപ്പൊ കിഫ്ബി വേണ്ട, നിങ്ങൾ കേന്ദ്രത്തിൽ ഫണ്ട് വാങ്ങി കേരളത്തിന്റെ ബജറ്റിൽ നിന്ന് ഫണ്ട് വെക്കി. ഒരു അക്ഷരം ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും വാശിക്ക് കുത്തിയില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിലും ഞങ്ങളതൊക്കെ രാഷ്ട്രീയമായിട്ടാണ് കരുതുന്നത്. പക്ഷേ കുത്തിയവർ ചോദിക്കണം, ഈ ബജറ്റിൽ ഒരു വാചകം നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഇത് പൂർത്തീകരിക്കുമെന്ന്? പക്ഷെ ഇവിടുത്തെ MLA ഉത്കണ്ഠ, ഇത് ഒരാളെങ്കിലും തന്നെയാണ് കൊടുക്കുന്നത്, അത് മാറ്റി വേറെ കൊടുക്കണം. ഇത് ഫണ്ട് കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. കിഫ്ബി അല്ലേ? കിഫ്ബി നിങ്ങൾ ഇല്ലാതാക്കിയ പിന്നെ എങ്ങനെ ഫണ്ട് കിട്ടും? ഞങ്ങൾക്ക് പൂരാളെങ്കിൽ ഏത് അതിവേഗത ഇപ്പോ കാസർഗോഡ് മുതൽ ഹൈവേക്കോട് പോയി നോക്കി, ഒറ്റ തൂണി നിൽക്കുന്ന മനോഹരമായ ഞാൻ ഗഡ്കരി കാണാനായിട്ട് പോയി. നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് വിളിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കേരളത്തിലെ കമ്പനി ഉണ്ടല്ലോ ഊരാളെങ്കിൽ, ULCC നമ്പർ 1 കമ്പനിയാണ്. ഞാൻ അവർക്ക് ഇന്ത്യയിലെമ്പാടും നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. പറഞ്ഞ സമയത്തിന് മുമ്പ് ക്വാളിറ്റി വർക്കാണ്. അതാണ് ULCC. അത് വേണ്ട, ഇവർ ആരെങ്കിലും കൊണ്ട് ജയിച്ചോ? ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഫണ്ട് ഉറപ്പുവരുത്തി ഇത്രയും ഉത്തരവ് ഞങ്ങൾ ഇറക്കിയിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിപ്പോ 2 മാസം പൂർത്തീകരിക്കാൻ പോവല്ലേ ഗവൺമെന്റ്? ഒരു നിലപാടുണ്ടോ ഈ പ്രശ്നത്തിനകത്ത്? കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ പ്രശ്നത്തെ ഞങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി 2 തവണ ഇവിടെ വന്നു. ഈ പ്രശ്നം ജനങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നം, ജീവൻ മെരുമെടുക്കുമോ എന്ന ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനായി പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കി. ആദ്യഘട്ടം പൂർത്തീകരിച്ചു, വിജയകരമായി പൂർത്തീകരിച്ചു. അതിന്റെ തുടർച്ചയിൽ 2ാം ഘട്ടത്തിന് പൂർണ്ണമായ അനുമതി നൽകി. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചാൽ മാത്രം മതി. ആ ഘട്ടത്തിലാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതികൾ ഒന്നുമില്ലാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതുന്ന ആളുകളുണ്ട്.
അവരാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഇവിടെ പ്രശ്നങ്ങൾ വന്ന ഒരു ഘട്ടത്തിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, രണ്ടാം ഘട്ടം അനുമതി നൽകും, ഒരു സംശയവുമില്ല. ഞങ്ങൾക്കൊരു ജെരിക്കം വന്നിട്ടുണ്ട്. കിഫ്ബിക്ക് വായ്പ എടുക്കുമ്പോൾ ചില പ്രതിസന്ധി വന്നിട്ടുണ്ട്. പുതിയ പദ്ധതികൾ കിഫ്ബി ഏറ്റെടുക്കേണ്ടതില്ല എന്ന പുതിയ ധാരണ വെക്കുന്നുണ്ട്. എങ്കിൽ പോലും ചെല്ലാനത്തിന്റെ പൂർത്തീകരിക്കും, അവന് അനുമതി നൽകും, കിഫ്ബിയുടെ ബോർഡിലേക്ക് വരും. ഞാൻ തന്നെ ഒരു പൊതുയോഗത്തിൽ ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. അതുകൊണ്ട് എടുത്ത ബോർഡൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളാനും പറഞ്ഞു. ആ യോഗത്തിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ വാക്ക് പാലിച്ചു, ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു, രണ്ടാം ഘട്ടത്തിൽ അനുമതി നൽകി. ഫണ്ടും കിഫ്ബിയുടെ കയ്യിലുണ്ട്, അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോ, രണ്ടാം ഘട്ടം ഞങ്ങൾ ഇതാ നടപ്പിലാക്കി, അവർ തുടങ്ങിയെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ക്രെഡിറ്റ് അല്ല, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. പക്ഷെ 2 മാസമായി ഒരു തരത്തിലുള്ള ചെറുവിരൽ അനക്കാൻ പോലും ഭരണ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത വിശ്വാസങ്ങൾക്ക് അതീതമായി ഈ നാടിന്റെ പൊതുവായ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. 10 കൊല്ലം നടന്നു വന്ന വഴികളുണ്ടൊരു ഗവൺമെന്റ്. ഇപ്പോ സ്ത്രീകൾ 1000 രൂപ വെച്ച് കിട്ടിയവരുണ്ടാവില്ല ഈ കൂട്ടത്തില്. ഇപ്പോ വല്ല വിവരമുണ്ടോ? ഉണ്ടോ? അത് ഞങ്ങൾ കൊടുക്കുന്നില്ല, കാര്യം കഴിഞ്ഞു. നമ്മൾ 1000 രൂപ വെച്ച് 2 മാസം കൊടുത്തു, ബാക്കി കൊടുക്കാനുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഘട്ടം ഘട്ടമായി എല്ലാ വീട്ടമ്മമാർക്കും വ്യാപിപ്പിക്കുക എന്നതാണ് കാഴ്ചപ്പാടെന്നും ജനങ്ങളോട് പറഞ്ഞു. ഇപ്പൊ നിർത്തിയില്ലേ? മുഖ്യമന്ത്രിയുടെ ചികിത്സാ മരുന്ന് കിട്ടണില്ല എന്നല്ലേ? മരുന്നില്ല ആശുപത്രി. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായത്തിന് ചോദിച്ചപ്പോൾ പറഞ്ഞു കേട്ടില്ലേ? അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടലാസിൽ എഴുതി കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് പറ്റില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഇത് ഓൺലൈനാക്കി. കടലാസിൽ എഴുതി കൊടുത്തുകൊണ്ട് ഒരാളുണ്ടായിരുന്നു, പാവം മരിച്ചുപോയി. അദ്ദേഹത്തെ മരിച്ചാലെങ്കിലും വിട്ടൂടെ? ഉമ്മൻചാണ്ടി ആയിരുന്നു, ഓർമ്മയില്ലേ? ആളെ വിളിച്ചു കൂട്ടിയിട്ട് വീൽ ചെയറിൽ വരെ കാക്കനാടും എല്ലായിടത്തും കൊണ്ടിരുത്തിയിട്ട് താഴെ ഇറങ്ങി സ്റ്റേജിലിരുന്നും ഉറക്കമില്ലാതെയും ചായ കുടിക്കാതെയും മനോരമ എഴുതിയത് ആ രൂപത്തിൽ കൊടുത്ത കടലാസുള്ള ആളെ അല്ലേ ഇപ്പൊ ഈ പുതുതലമുറയിലെ ആള് വന്നിട്ട് പറയുന്നത് അതൊന്നും എനിക്ക് പറ്റില്ല എന്ന്? ഞങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയാം, ഓൺലൈനായിട്ടാണ്. അല്ലാതെ ഇപ്പോ മാക്സി പോയിട്ട് വീട്ടിൽ കൊടുക്കണു, ഞാൻ പോയി കൊടുക്കുന്നു, കയ്യടി വാങ്ങിക്കുന്നു, പടം എടുക്കുന്നു, പത്രത്തിൽ കൊടുക്കുന്നു, ഒന്നുമില്ല. നേരെ ആശുപത്രി കൊടുക്കില്ല, അക്കൗണ്ടിൽ കൊടുക്കും. പെൻഷൻ എങ്ങനെ കൊടുത്തേ? പെൻഷൻ നേരത്തെ ബാങ്കിൽ പോയി ക്യൂ നിൽക്കണം ഇല്ലേ? ഇപ്പൊ വീട്ടിൽ കൊണ്ട് അഭിമാനം, ബാങ്കിൽ ചെല്ലുമ്പോ മാറിയിരിക്കുന്നു മതി. കാരണം ഈ നിസ്സാര കാശിന് വേണ്ടിയല്ലേ. തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുമ്പോ തന്നെ ഒന്ന് കൂനിയിട്ടാ പോവാ, ഒന്ന് ചുരുങ്ങും. ആളുകൾ എന്ത് വിചാരിക്കും? അവിടെ വലിയ കാശിന്റെ ആളിലൊക്കെ വന്ന് നിക്ഷേപം, ഡെപ്പോസിറ്റ്, വായ്പ അത് കേട്ട് ഇങ്ങോട്ട് മാറി നിൽക്കും. തിരക്കൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് എന്നിരുന്ന കാലത്തിന് വ്യത്യസ്തമായി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പൊ ചിലർ ഈ പണ്ട് മണിയോണ്ട് വരുന്ന പോലെ ഇന്ന് ചായക്കാശ് പിടിച്ചോളാൻ പറഞ്ഞു കൊടുക്കുക. അത് വേണ്ട, അതും ഗവൺമെന്റ് കൊടുക്കാണ് കൊണ്ടു കൊടുക്കുന്ന ആൾക്ക്. ഇല്ലേ? ഇപ്പോ ഇനി എത്ര കാലം കിട്ടുന്ന ആർക്കും ഉറപ്പില്ല. അതിലേക്ക് കാര്യങ്ങൾ പോകുന്നത് മനുഷ്യർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം ധിക്കാരത്തോടുകൂടി ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവർത്തിച്ച ഗവൺമെന്റ് ഇല്ല. എല്ലാം ഞാൻ വിസ്തരിക്കുന്നു, ഈ പ്രശ്നം മാത്രം പറയുന്നുള്ളൂ. ഒരു ദിവസം പ്രസംഗിച്ചാലും 2 മാസത്തെ കുഴപ്പം പറഞ്ഞ് തീരില്ല. ആദ്യത്തെ ദിവസം മുതൽ ഇന്ന് വരെയുള്ള എടുത്താൽ ഒരു ദിവസം ഇന്ന് പ്രസംഗിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വോട്ട് ചെയ്ത് കുത്തി 102 എത്തിച്ചാണ് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് നാളെ തന്നെ തെരഞ്ഞെടുപ്പ് വന്നാൽ അത്രയും കൊള്ളാം എന്ന മട്ടിൽ ആ അവസ്ഥയിലേക്ക് എത്തിച്ച അപൂർവ ചരിത്രമാണ് ഈ ഗവൺമെന്റ് ഉള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ മറ്റ് സഹാക്കൾ കൂടി പ്രസംഗിക്കാനുണ്ട്. അപ്പൊ ഇത് ഈ നാടിന്റെ പൊതുവികാരമാണ്. അതിനകത്ത് നിങ്ങൾ സങ്കുചിതമായ രാഷ്ട്രീയം കലർത്തരുത്. കിഫ്ബിയൊക്കെ നിങ്ങൾ പരിശോധിച്ചോ, ഒരു കുഴപ്പമില്ല. ഇത് അംഗീകരിച്ച പദ്ധതിയാണ്, സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച പദ്ധതിയാണ്. കിഫ്ബിയുടെ ബോർഡ് തീരുമാനിച്ചു, സർക്കാർ ധനകാര്യ വകുപ്പ് നോക്കി, ക്യാബിനറ്റിൽ വന്നു, മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. ഞാൻ മന്ത്രിസഭ തീരുമാനം കഴിഞ്ഞപ്പോൾ തന്നെ മാക്സി വിളിച്ചു പറഞ്ഞു, ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറകെ നിന്നിട്ടാണ്. കാരണം അവസാന ഘട്ടമല്ലേ, പല സ്ഥലത്തൊന്നും പണം ഇല്ലാത്ത അവസ്ഥയാണ്. കിഫ്ബി കുറച്ച് ഞെരുക്കത്തിൽ, പക്ഷെ പുറകെ നിന്ന് ഇത് പാസാക്കി മന്ത്രിസഭ അംഗീകരിച്ചു. മന്ത്രിസഭയുടെ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഉത്തരവ് നടപ്പിലാക്കുക. ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഗവൺമെന്റ്, ഞങ്ങൾ അതിന് എല്ലാ പിന്തുണയും നൽകും.
അതിവേഗതയിൽ ഇത് പൂർത്തീകരിക്കണം. ഇത് അട്ടിമറിക്കാൻ ആര് ശ്രമിച്ചാലും കടലിന്റെ കരുത്തുള്ള ആ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന ജീവിതാനുഭവമുള്ള ഈ നാട്ടിലെ ജനാവലി അനുവദിക്കില്ല എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.